കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ. അപ്പോൾ അനീഷിന്റെ പാട്ടും അനീഷിന്റെ ഒരു കോമഡി ഉണ്ട്. അനീഷ് ജയിലിലായിരിക്കുന്നു ഗായ്സ്. അനുമോളും നമ്മുടെ അപ്പാനി ശരത്തും കൂടെ രഹസ്യമായിട്ട്, വേറെ ആരും അറിഞ്ഞിട്ടില്ല, ഇതുവരെ ലൈവിൽ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ പെട്ടെന്ന് വന്നത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടുപേരും കൂടെ അനീഷിനെ ജയിലിലിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് പറയാം. അതായത് നമ്മുടെ ജയിൽ വാസത്തിന്റെ സമയം കഴിഞ്ഞു. ഇപ്പോൾ കുറച്ച് നേരം ആയിട്ടുള്ളൂ. സമയം ഇപ്പോൾ ഏകദേശം 12:20. അപ്പോൾ ഒരു 12:15 ആയപ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടെ മുന്നെയാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും. നമ്മൾ കുറച്ചുകൂടെ ലാസ്റ്റായിട്ടാണ് നമ്മൾ കാണുന്നത്, പിന്നെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലൈവിൽ നടന്ന സംഭവമാണ്. ജയിൽവാസം കഴിഞ്ഞ് അപ്പാനി ശരത്തും അനുമോളും കൂടെ പുറത്തിറങ്ങി. അങ്ങനെ പുറത്തിറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ജയിലിലുള്ളവർക്ക് വേണ്ടിയിട്ട് വീണ്ടും ചപ്പാത്തിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്നലത്തെ കഞ്ഞിയും ചമ്മന്തിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അനുമോൾ എല്ലാവർക്കും ഈ പറയുന്ന ഫുഡ്, അവർക്ക് കിട്ടിയ ഫുഡ് അനുമോളും അപ്പാനി ശരത്തും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും കഴിക്കുന്നു. കാരണം വെച്ചാൽ അവിടെ ഫുഡെന്ന് വെച്ചാൽ അങ്ങേയറ്റം കഷ്ടമാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്. കാരണം അത് അവരുടെ റേഷൻ പോലെയാണ്, അതും ഒരു ഗെയിമാണ്. അപ്പോൾ അതിൽ നിന്ന് കൊടുക്കുമ്പോൾ അനുമോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ആ ചമ്മന്തിയൊക്കെ ഇന്നലത്തതായിരുന്നു, അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷിൻ്റെ വായിലോട്ട് വെക്കുന്ന കണക്ക് അഭിനയിച്ചിട്ട് അനുമോളായിട്ട് കഴിക്കുന്നുണ്ട്. ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അനീഷും അനുമോളും തമ്മിലുള്ള ഒരു കോംബോ ഒരു ഭയങ്കര രസമുണ്ട്. അതൊരു ഫണ്ണാണ്. ലവ് കോംബോ എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്, അതൊരു ഫൺ കോംബോയാണ്. അപ്പോൾ അനീഷിന് ചിരി വരുന്നുണ്ട്. ശരിക്കും ഇത്രയും നിറഞ്ഞ് പുള്ളിക്കാരൻ ചിരിക്കുന്നത് ഞാൻ ഇന്നാണ് കണ്ടത്, അനുമോള് കാരണം. അപ്പോൾ അനീഷ് ഇങ്ങനെ അനുമോളെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അപ്പോൾ അനുമോളാണെങ്കിൽ ആ ചമ്മന്തിയൊക്കെ കഴിച്ചു. അപ്പോൾ അനീഷ് പറഞ്ഞ് അത് ഇന്നലത്തെ ചമ്മന്തിയാണ്, അത് കഴിക്കണ്ടെന്നൊക്കെ ഇങ്ങനെ, അത് കഴിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, ഇന്നലത്തെ അല്ല കഴിഞ്ഞ മാസത്തെ ചമ്മന്തി ആണെങ്കിൽ ഞാൻ കഴിക്കും, കാണണോ എന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് അപ്പോൾ അനുമോളിൻ്റെ അടുത്ത് നിർബന്ധിക്കുകയാണ്, അയ്യോ കഴിക്കില്ലേ, വല്ല രോഗവും വരും, കഴിക്കല്ലേ രോഗവും വരും, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷ് ചിരിച്ചുകൊണ്ട് അനുമോളോട് ഈ സംസാരിക്കുന്നതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തായാലും ജയിൽ മോചിതനായല്ലോ. അപ്പോൾ രണ്ടുപേരും കൂടെ അകത്തോട്ട് കയറി പോയപ്പോൾ അനീഷ് എന്ത് ചെയ്തെന്നറിയോ, ആ ജയിലിനകത്ത് കിടക്കാനുള്ള ഒരു പൂതി കാരണം അതിനകത്തോട്ട് കയറുന്നു. ഇത് കണ്ട് അപ്പാനി ഇത് കാണുന്നുണ്ട്. അപ്പാനി ഓടിപ്പോയി അനുമോളി വാ എന്ന് പറഞ്ഞിട്ട് അനുമോളിനെയും കൂട്ടിക്കൊണ്ട് തിരിച്ച് വന്നിട്ട് അവിടെ കിടന്നൊരു റെഡ് കളറിലെ എന്തോ ഒരു ത്രെഡ് എങ്ങാണ്ടുണ്ടായിരുന്നു, തുണി വെച്ചിട്ടെന്തോ, അത് വെച്ചിട്ട് അനുമോളും അപ്പാനി ശരത്തും കൂടി ജയിലിൽ നമ്മുടെ അനീഷിനെ ഇട്ട് അത് വെച്ച് കെട്ടിയിടുകയാണ്. അത് അനീഷിന് ഒരു പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ല. അനീഷ് അത് വളരെ കാഷ്വലായിട്ട് വലിയ കൂളായിട്ടാണ് എടുക്കുന്നത്. കാരണം ശരിക്കും പറഞ്ഞാലേ ഇതിനകത്ത് വരുന്ന ആരും പരസ്പരം പേടിക്കണ്ട. അവരിങ്ങനെ പറഞ്ഞു, അവർ ഇങ്ങനെ ചെയ്തു, ഇതൊന്നും ആരും പേടിക്കണ്ട. കാരണം ഇത് കാണുന്നത് മൊത്തം ഫുൾ ലൈവായിട്ട് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാത്തിനും തെളിവുണ്ട്, ആരെയും ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് പഠിച്ചിട്ട് പോകണം. ബിഗ് ബോസ് ഗെയിം എന്ന് പറയുന്നത് നിങ്ങൾ സിമ്പിളായിട്ട് കാണണം. അവിടെ പോയി നല്ല കോണ്ടന്റ്, മാക്സിമം കോണ്ടന്റ് ഉണ്ടാക്കിക്കോ, നോ പ്രോബ്ലം. എന്തായാലും നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾക്ക് ആരെയും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ ഏതായാലും ശരി, അനീഷ് നല്ല മിടുക്കനാണ്. അനീഷ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ബിഗ് ബോസിനെ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഫണ്ണായിട്ട് ജയിലിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് അനീഷ് പാടുന്ന പാട്ട് കേട്ടോണ്ടാണ് ഞാൻ ശരിക്കും ഇവിടെ വന്നിരുന്നത്. അതുകൊണ്ടാണ് സ്റ്റാർട്ടിങ്ങിൽ പാട്ട് പാടിക്കൊണ്ടിരുന്നത്. അതായത് ആ ഒരു ദിവസത്തെ മോർണിംഗ് സോങ് എന്ന് പറയുന്നത് ഈ ഒരു പാട്ടായിരുന്നു. നമ്മുടെ മഞ്ഞുമൽ ബോയ്സിനകത്തുള്ളൊരു പാട്ടുണ്ടല്ലോ, പെരിയാറിന്നരുമകളല്ലേ കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ, ആ ഒരു ലിറിക്സില്ലേ, ആ ഒരു ലൈനില്ലേ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അനീഷ് കറക്റ്റായിട്ട് അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ട്യൂണും പാട്ടും ഒക്കെ നിങ്ങൾക്ക് ഞാനത് ഇൻസ്റ്റഗ്രാമിൽ ഇടുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ കറക്റ്റ് സീൻ ഇൻസ്റ്റഗ്രാമിൽ സീരിയൽ ഗ്രാൻഡ്മ ഒഫീഷ്യലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിയൽ വീഡിയോ തന്നെ കാണാൻ പറ്റും. യൂട്യൂബിൽ അത് ഇടാൻ നമുക്ക് അനുവാദമില്ല, അത് കോപ്പിറൈറ്റ് ഇഷ്യൂസും സ്ട്രൈക്കും ഒക്കെ വരും. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ ആ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് കൂടുതലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അനീഷിൻ്റെ പാട്ടിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക കണ്ടിട്ടുണ്ടെങ്കിൽ. ഇന്നത്തെ എപ്പിസോഡിൽ ഇതൊക്കെ വരുമോ എന്ന് നമുക്ക് അറിയത്തില്ല. കാരണം വെച്ചാൽ ലൈവിൽ കാണുന്നതിൻ്റെ ഒരു 10% പോലും ശരിക്കും പറഞ്ഞാൽ എപ്പിസോഡിൽ വരാറില്ല. സോ വേഗം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്യുക. അതുപോലെ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് കോണ്ടന്റുകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.